ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇറ്റ്സ് മീ പ്രമീഷ. ഇന്ന് നമുക്ക് ഫാഷൻ ഇല്ലുസ്ട്രേഷൻ എന്ന പുതിയ സബ്ജക്റ്റ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇതോടുകൂടി നമ്മൾ എല്ലാ സബ്ജക്ട്സും കവർ ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ നിങ്ങൾ മറ്റു വീഡിയോസും വ്ളോഗ്സും ഒക്കെ കാണുന്നവരായിരിക്കാം. അത് പക്ഷേ നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു എൻ്റർടൈൻമെൻറ്റ്സ് മാത്രമായിരിക്കാം. ഫാഷൻ ഡിസൈനിങ് പഠിക്കണമെന്ന് നിങ്ങൾ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ ക്ലാസ് റെഗുലറായി ഫോളോ ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾ പ്രാക്ടിക്കലും തിയറിയുമൊക്കെ എഴുതി വെക്കുക, ചെയ്തു നോക്കുക. തീർച്ചയായും നിങ്ങൾക്കൊരു ഗുഡ് റിസൾട്ട് കിട്ടിയിരിക്കും. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് സജഷൻസും ഇൻസ്ട്രക്ഷൻസും ഒക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് കിടക്കാം. ഫാഷൻ ഡിസൈനിങ്ങിൽ ഇല്ലുസ്ട്രേഷൻ എന്ന ഒരു സബ്ജക്റ്റിലൂടെയാണ് നമ്മൾ ഒരു ഡിസൈനർ എന്ന കോൺസെപ്റ്റിലേക്ക് എത്തിച്ചേരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫാഷൻ ഇല്ലുസ്ട്രേഷൻ എന്നതിന് ഒരു ഡെഫിനിഷൻ തീർച്ചയായും ആവശ്യമാണ്. ഓക്കെ, ഒരു ഡിസൈനർ ഒരു ഗാർമെൻറ്റ് രൂപപ്പെടുത്തുന്നതിനായിട്ട് ആ വസ്ത്രം സംബന്ധിച്ച ആശയങ്ങളും ഇമാജിനേഷൻസുമൊക്കെ രേഖാചിത്രത്തിലൂടെയും പെയിൻറ്റിങ്സിലൂടെയൊക്കെ ചിത്രീകരിക്കുന്നതിനെയാണ് ഫാഷൻ ഇല്ലുസ്ട്രേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഇല്ലുസ്ട്രേറ്റ് ചെയ്യുന്നതിനായി നമുക്കൊരു ഫിഗർ ആവശ്യമാണ്. അതിനെ നമ്മൾ ക്രോക്കി എന്ന് വിളിക്കുന്നു. ഈ ഒരു സബ്ജക്റ്റ് എടുക്കുമ്പോൾ എൻ്റെ സ്റ്റുഡൻസൊക്കെ ചോദിക്കാറുണ്ടായിരുന്നു, ഇങ്ങനെ ചെയ്യുവാനായിട്ട് നമുക്ക് വരയ്ക്കാൻ അറിഞ്ഞിരിക്കേണ്ടേ എന്ന്. അപ്പോൾ നമുക്ക് വരയ്ക്കാൻ അറിയില്ലെന്ന് കരുതി ആരും ടെൻഷൻ അടിക്കേണ്ട. ഇല്ലുസ്ട്രേറ്റ് ചെയ്യുന്നതിനായി സിമ്പിൾ ട്രിക്സ് ഉണ്ട്. അത് മനസ്സിലാക്കിയാൽ നമുക്ക് ഈസി ആയിട്ട് വരയ്ക്കാൻ പറ്റും. അപ്പോൾ ഈ ക്രോക്കി വരയ്ക്കുന്നതിനുള്ള എളുപ്പത്തിനായി ഹ്യൂമൻ ബോഡിയെ 8 ഈക്വൽ പോർഷൻസായി, അതായത് 8 സമഭാഗങ്ങളായി നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഇതിനെ 8 ഹെഡ് തിയറി എന്ന് പറയുന്നു. മിസ്റ്റർ വെമ്പൽ ആണ് ഈ തിയറി ഡെവലപ്പ് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ ഒന്ന് പ്രത്യേകമായിട്ട് നോട്ട് ചെയ്ത് വയ്ക്കുക. ക്രോക്കി വരയ്ക്കുന്നതിനായി 8 ഹെഡ് തിയറി യൂസ് ചെയ്യുമെങ്കിലും ഫാഷൻ ഫിഗർ വരയ്ക്കുന്നതിനായി 10 ഹെഡും 12 ഹെഡുമാണ് സാധാരണയായി വരയ്ക്കാറുള്ളത്. അപ്പോൾ ഇതിലേക്ക് ഡീപ്പായി കടക്കുന്നതിന് മുൻപ് നമുക്ക് ഡിസൈനിങ് പ്രിൻസിപ്പിൾസും എലമെൻറ്റ്സ് ഓഫ് ഡിസൈൻസും ഒക്കെ എന്താണെന്നുള്ളത് അറിഞ്ഞിരിക്കണം. ഇന്നത്തെ ക്ലാസ്സിൽ ഫാഷൻ ഇല്ലുസ്ട്രേഷൻ എന്നതിനെപ്പറ്റി ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ മാത്രമാണ് തന്നത്. അപ്പോൾ ഇനി വരുന്ന ക്ലാസ്സുകളിൽ നമുക്കിതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക്